+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് UDF വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. +1 അധിക ബാച്ച് അനുവദിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി നടപടിയെടുത്തതിലും SSLC വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഉപരിപഠനത്തിന് അവസരം നൽകാത്തതിലുമാണ് പ്രതിഷേധം. +1 അധിക ബാച്ച് അനുവദിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDFന്റെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉള്ളിയേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം DCC ട്രഷറർ T ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ C രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തുള്ളതെന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മന്ത്രി പറയുക, കേരളത്തിൽ A+ നേടിയ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവനയ A+ നേടിയ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ. കേരളത്തിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവനയ A+ നേടിയ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുടെ നാട്ടിൽ UDF പഞ്ചായത്ത് ചെയർമാൻ അബുഹാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു. എടാടത്ത് രാഘവൻ, കൺവീനർ കൃഷ്ണൻ കൂവിൽ, KK സുരേഷ്, പാലയാട്ട് ശ്രീധരൻ, സതീഷ് കന്നൂര്, MC അനീഷ്, റഹീം എടത്തിൽ, ഇബ്രാഹിം പീറ്റക്കണ്ടി, അസൈനാർ പാറക്കൽ, ബിജു വെട്ടുവച്ചേരി, ബിന്ദു കോറോത്ത്, സുജാത നമ്പൂതിരി, ഷൈനി പട്ടാങ്കോട്ട്, A സുമ, NP ഹേമലത, സിൽജ ചാമുങ്കര, ഫൈസൽ നാറാത്ത്, സുധിൻ സുരേഷ്, ഷമീൻ പുളിക്കൂൽ, മുഹമ്മദ് അലി മാമ്പോയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേളന്നൂരിൽ നടന്ന സായാഹ്ന ധർണയും പ്രതിഷേധ സംഗമവും നാഷണൽ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അക്രമമുണ്ടാക്കുക, അരാജകത്വമുണ്ടാക്കുന്ന, തങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാം മതി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന കാലം വരെ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി ഇതിനപ്പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കുറെ കാലം വരെ നമുക്കറിയാം, ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ഒട്ടേറെ കാര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമ്മുടെ ആളുകൾ മുന്നോട്ട് വരണം. ചേളന്നൂർ 8-2 ബസാറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സാംസ്കാരിക കേരളം, സാക്ഷര കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾ ചോദിക്കുന്നത്, SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് പോലും സീറ്റുകൾ നൽകാൻ കഴിയില്ലെങ്കിൽ എന്തിനു വേണ്ടി നിങ്ങൾ ഈ ഭരണത്തിലിരിക്കുന്നു എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതികൾ നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അടിത്തട്ട് എന്ന് പറയാൻ സാധിക്കുന്ന SSLC പരീക്ഷയിൽ പോലും നല്ല മാർക്ക് വാങ്ങി വന്നിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നൽകാനില്ലെങ്കിൽ, പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നൽകേണ്ട സൗകര്യം പോലും ഒരു വിദ്യാർത്ഥിക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് പിന്നെ എന്തിനാണ് ഭരണത്തിലിരിക്കുന്നത് എന്നാണ് ചോദിക്കാനാണ്. UDF പഞ്ചായത്ത് ചെയർമാൻ ഷരീഫ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഗൗരി പുതിയോത്ത്, CP അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ, MA ഖാദർ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.